3 ഓർഗനൈസേഷൻസ് ഉണ്ട്. ക്രിസ്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ CMAI, കാത്തലിക് ഹോസ്പിറ്റൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ CHAI ആൻഡ് EHA ഇമാനുവേൽ ഹോസ്പിറ്റൽ അസോസിയേഷൻ. ഈ 3 സംഘടനകളും അതികൃപരമായ റെക്കോർഡ്സ് നൂറ്റാണ്ടുകൾ മുതൽ ക്രൈസ്തവർ ആരോഗ്യ ആതുര രംഗത്ത് ബോത്ത് ഹെൽത്ത് കെയർ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെയ്യുന്നതിന്റെ വിശദമായ റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഒരു സർക്കാരും അത് സ്വീകരിക്കുന്നില്ല. അതിന് പകരം സാറ് പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ 5-6 വർഷമായിട്ട് എത്രയോ ഹോസ്പിറ്റലുകൾ ബുൾഡോസ് ചെയ്തു, എത്രയോ ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തിട്ടു. കാരണം ഞങ്ങൾ കൺവേർട്ട് ചെയ്യുന്നത് അസംബന്ധമാണ്, അടിസ്ഥാനരഹിതമായ ആരോപണം. സാറേ ഇത് അവസാനിപ്പിച്ചെന്തിയോ അതാണ് പറയുന്നത്. എനിക്കറിയാം പല സീനിയറായിട്ടുള്ള പല ഡോക്ടേഴ്സിനെ അറസ്റ്റ് ചെയ്തു. അതേപോലെ ആയുർവേദത്തിന് മറ്റേ രാമാനന്ദ ഒരു മറ്റേ ശ്വാസം പിടിക്കുന്ന അയാൾ പറഞ്ഞു ഡോക്ടേഴ്സ് മുഴുവൻ കള്ളന്മാരാണ്. അവസാനം ഹിന്ദു മതത്തിലുള്ള ഡോക്ടേഴ്സ് ഗവൺമെന്റിനെ അറ്റാക്ക് ചെയ്തപ്പം അയാളെ ഗവൺമെന്റ് പിടിച്ച് വരട്ടി. എല്ലാം തമാശയാണ് നടക്കുന്നത്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫൗണ്ടേഷനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ എടുത്തു പറയുവാണെങ്കിൽ വിപ്രോ അസിം റേംജി, അപ്പം അദ്ദേഹം ഈ CMC വെല്ലൂരിനാണ് ഹ്യൂജ് ഒരു ഫണ്ട് കൊടുത്തിരിക്കുന്നത് ജനങ്ങളുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട്. അല്ലാതെ ഇവിടുത്തെ ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും അല്ല കൊടുത്തേക്കുന്നത്. കാര്യം അവരുടെ ഡെഡിക്കേഷനാണ് വർക്ക്. അതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ഹെൽത്ത് എന്ന് പറയുന്ന ഈ സംഭവം സനാതനക്കാരനുണ്ടാക്കിയതല്ല. അവരും പഠിച്ചത് ഈ പറയുന്ന മിഷണറിമാർ കൊണ്ടുവന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ കൂടെ പഠിച്ച് പിന്നീട് ഗവൺമെൻറ് പല രീതിയിലും കൊണ്ടുവന്നു. അപ്പോൾ അതിനൊക്കെ ബേസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മിഷണറിമാർ വന്ന് ചെയ്ത പ്രവർത്തനം തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം? ഇത് പറഞ്ഞ് നമുക്ക് നിർത്താം. സാറേ ഞാൻ ഒരു കാര്യം, എയിംസ് പോലും കൊണ്ടുവന്നത് ആരാ? ഗാന്ധിജി സെക്രട്ടറി ആയിരുന്ന നമ്മുടെ പ്രൈം മിനിസ്റ്റർ നെഹ്റുവിൻ്റെ ആദ്യത്തെ ഹെൽത്ത് മിനിസ്റ്റർ ആയിരുന്ന അമൃത കൗറ. അതൊക്കെ CMC വെല്ലൂരിൻ്റെ അതേ സ്റ്റൈലില് CMC വെല്ലൂരിനെ നേടാൻ ഇന്ന് ലോകോത്തര മെഡിക്കൽ റിസർച്ച് സെന്റർ അല്ലേ AMC. ഇതാരും അംഗീകരിച്ചു. CMC പോലും ഏറ്റെടുക്കാനുള്ള ചില പുസ്തക ശ്രമങ്ങൾ ഒരെടുക്കുണ്ടായിരുന്നു. എല്ലാവരും സനാതനക്കാരെല്ലാവരും. ഞാൻ പറയുന്നത് ഇവിടെ രാജ്യത്താണ് 100 വർഷം മുമ്പ് അതിൻ്റെ ഞാൻ പറയുന്നത് ഈ ക്രൈസ്തവ സാന്നിധ്യത്തെ തുടച്ചു മാറ്റുന്നത്. കാരണം SCക്കും ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ SCക്കും STക്കും ഗോത്രകുലക്കാർക്കും നമ്മൾ അക്ഷരം നൽകുന്നു, ആരോഗ്യം നൽകുന്നു. അക്ഷരവും ആരോഗ്യം എന്നാൽ അവർ മേലാളന്മാരോട് ചോദ്യം ചെയ്യും, മെയിൻ സ്ട്രീമിലേക്ക് അവർ തിരിച്ചു വരും. അത് അവർക്ക് വേണ്ട, അത് ഒന്നുമില്ല സാർ. അല്ലാതെ യേശുക്രിസ്തുവിനോടുള്ള വിരോധമൊന്നുമല്ല സാറേ.